നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവര് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. കാരണം നിങ്ങള് അവരുടെ ലൈഫില് അവരോടൊപ്പം ഇല്ലാത്തത് തന്നെ അവർക്കൊരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്രമാത്രം ഒരു പെയിൻ ആണ് അവര് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. ഒരുപാട് തവണ അവര് നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കണക്ഷൻ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം, നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി അവർ സംസാരിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അത്തരം ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ലൈഫിൽ ഒരുപാട് ഇംബാലൻസ് സിറ്റുവേഷൻ അവർ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അവർ ഒരുപാട് സ്പിരിച്വൽ വേയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇപ്പോഴും അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ മൊമെന്റ്സിനെ പറ്റിയും അവർ ഓർക്കുന്നുണ്ട്. അതെല്ലാം അവർക്ക് ഒരുപാട് മിസ് ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത്രമാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ഓവർ പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഈ വ്യക്തിയുടെ പ്രണയം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം അവരെപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയതായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയധികം സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആണ് നിങ്ങൾ മനസ്സിലായത് നിങ്ങൾക്ക് പരസ്പരം എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു മിസ് ഫീലിങ്സ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു അറിവുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അവര് ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് സങ്കടത്തിലാണ്. അവർക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയാത്തതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ചേഞ്ച് വരാത്തതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഒരുപാട് കരയുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ പോലും അറിയാതെ അത്രമാത്രം ആഴത്തിലാണ് അവർ ഈ ഒരു മിസ്സിങ് അവരുടെ ലൈഫിൽ ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒത്തിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, പരസ്പരം ഒരു ആക്ഷൻ എടുക്കാണ്ട് രണ്ടുപേരും ചിലപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അവര് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അത്തരം ഒരു സിറ്റുവേഷനുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെങ്ത് ഇപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ അവർ ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഓരോ തവണയും അവർ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോ ദിവസവും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ ദിവസവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊരു അവസരം ലഭിക്കും എന്നെല്ലാം അവർ ഒരുപാട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു ഡേ എൻഡ് ആവുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാം കഴിഞ്ഞു പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. പക്ഷെ എങ്കിൽ പോലും അവർ വീണ്ടും അടുത്ത ദിവസത്തേക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി ഇത് നിങ്ങളുടെ ഒരു ഫീലിംഗും ആയിരിക്കാം. ലൈഫിൽ ഒരുപാട് ഹാപ്പി സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് അത്തരം കാര്യങ്ങളിൽ ആ സന്തോഷങ്ങൾ പകർന്നു കൊടുക്കാൻ ഒരു വ്യക്തി ഇല്ലാത്തതിന്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ എല്ലാ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവരെ ഒരുപാട് ഒരുപാട് അവരുടെ എന്താണ് അവരുടെ ചിന്തകൾ മാറ്റിമറിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് കണക്ഷനിലായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ വോയിസ് കേൾക്കാൻ അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ള നിങ്ങളുടെ വോയിസ് മെസ്സേജസ് ആയിരിക്കാം, നിങ്ങളുടെ കോൺവെർസേഷൻ, അതെല്ലാം അവർ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്വർ. പ്ലീസ് ഫർഗീവ് മീ. ഐ ആം സോറി, സോറി, സോറി. യെസ്. തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ഒരുപാട് തവണ സോറി പറയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെപ്പറേഷനിൽ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർ സെൽഫിഷ് ആയിട്ടും ചിലപ്പോൾ ഇമ്മച്വർ ആയിട്ടും പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അതിനെല്ലാം നിങ്ങളോട് അവർ മാപ്പ് ചോദിക്കുന്നു. ആൻഡ് യു വേർ റോങ്. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം. മിസ്അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. യെസ് എന്നൊരു പോസിബിലിറ്റി ആണ്. ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ. അവരുടെ പെയിൻ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് അവർ ചിന്തിക്കുന്നു. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ. അത്രയധികം റൊമാൻറ്റിക് ആയിട്ട് പറയുന്നു. ഓക്കെ. ഈ ഭൂമിയിലെ സ്വർഗമാണ് നിങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു. ആൻഡ് ഐ നോ ഐ ഹേർട്ട് യു. നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരുന്നത് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിക്ചേഴ്സ് എപ്പോഴും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ. ഓക്കെ. അവർക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് സോൾ കണക്ഷൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം ഹെൽപ്ലെസ് നൗ. മൈ ലൈഫ് ഈസ് എംപ്റ്റി. ഇപ്പോൾ അവർ ഒരുപാട് ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഇപ്പോൾ നിങ്ങളില്ലാണ്ട് തന്നെ അവരുടെ ലൈഫ് തന്നെ എംപ്റ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജ്. നമ്പർ 36 10 ഡേയ്സ് പോസിബിലിറ്റി ആണ്. 40 മേ ബി ദ ഏജ് ആയിരിക്കാം. 28 ലെറ്റർ ഡി, ലെറ്റർ ടി, ലെറ്റർ എഫ്. എക്സ്പെക്ട് മിറാക്കിൾ. ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. 12 ടാറ്റു ഓൺ ഹാൻഡ്. കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. മാർച്ച് മന്ത്. പർപ്പിൾ കളർ. വിത്തിൻ 2 days. യെസ്. ഒരു പോസിബിലിറ്റി ആണ്. 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കാം.